കഴിക്കുന്നേ? എടാ 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 എന്നതാടാ നക്കി തിന്നുന്നവന്റെ നിരന്ന് തിന്നുന്നോടാ. അതെന്താ ഇപ്പൊ സംഭവിച്ചേ? ചിക്കൻ മൂവ്. ഹലോ ഗോയ്സ്, ഇന്ന് ഞങ്ങൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ചെമ്മീൻ ബിരിയാണി. ചെമ്മീൻ ബിരിയാണി ആകുമെന്ന് നോക്കാം. ടീക്കോയ്ക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നു. ഇത്രയും നേരം ഞാനാണ് ഗൈസ് വാരി കൊടുത്തോണ്ടിരുന്നത്. ഈ വാരി കഴിക്കുന്നത് എന്താണെന്ന് ആൾക്ക് അറിയില്ല. ശരിക്കും അത് മീനില്ലേ, മീൻ നമ്മുടെ എന്തേലും പറയാ, കേരയാ, കേരന്നല്ലേ, കേര ഇങ്ങനെ പാത്രത്തിലാക്കി കിട്ടുന്നത് വറുത്ത് നന്നായിട്ട് വറുത്ത് ഇടിയിറച്ചി ഇടിയിറച്ചി പോലെ ഇരിക്കും. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇടിയിറച്ചിയുടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ആൾക്ക് മീൻ തീരെ ഇഷ്ടമല്ല. അപ്പൊ എന്താക്കി ഞങ്ങള്, അത് മീനല്ല, അത് ഇടിയിറച്ചിയാണ്, പോത്താണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ചോറിന്റെ കൂടെ കൊടുത്തു. അപ്പൊ മാക്കുമാക്കൊന്ന് അടിക്കുന്നു. ഇനി കൊടുത്താ ഇനിയും തിന്നു. പക്ഷെ ആൾക്ക് അറിയാൻ മേല. ഇത് അറിഞ്ഞു കഴിയുമ്പോഴുള്ള റിയാക്ഷൻ നമുക്ക് പിന്നെ കാണാവേ. ഇങ്ങനെയാണ് ശരിക്കും അതിരിക്കുക. നല്ല ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അതെ, ആശയം ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അതിനൊരു പ്രത്യേക ടേസ്റ്റാ. വാരി തിന്നാൻ പോലും അറിയില്ല അവൻ. എനിക്ക് വാരി തരുമോ നോക്കട്ടെ. ഇച്ചിരി താടാ. ഇവിടെ അനുണ്ട്. അല്ല അനുണ്ട്. ഞാൻ അപ്പൂന്ന് വിചാരിച്ചു. അനുണ്ട്. ഓ, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സ്നേഹം മക്കളോരോട് ഇല്ലല്ലോ. എന്റെ വായിക്കത്തപ്പാ ഞാൻ എന്തോ ചെയ്ത് ഞാന്. ഇവർക്ക് വായിക്കാരെ പണ്ടേ പുച്ഛമാണ് ഗൈസ്. ഇത് കോഴിക്കോട്. ഇവൻ ഞങ്ങളുടെ അൽ കുക്ക്. പേരെന്താടാ? ആഷിം ഖാദർ. നമുക്ക് എല്ലായിടത്തും പറയണ്ട. ആഷിം അത്ര ജർമ്മനിയിലായതുകൊണ്ട് ഓഫീസിൽ പോകുമ്പോ ആഷിം, പിന്നെ ടർക്കി സ്റ്റോറിൽ പോകുമ്പോ ആഷിം ഖാദർ. അൽ ജിബ്രാലി അതൊക്കെ ഉള്ളതാണോ? അതെ, അങ്ങനെയല്ല വായി വെക്കണ്ട. അവരിപ്പോ നമ്മൾക്ക് പാസ്പോർട്ട് ഒന്നും ചോദിക്കില്ലല്ലോ, നമുക്ക് എന്താണെങ്കിലും പറയാം. ഇത് ആശിമിന്റെ ഫാഷൻ. അവള് എവിടുന്നൊക്കെ ഫുഡ് ഉണ്ടാക്കി. സ്റ്റുട്ട്ഗാർട്ടിൽ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ എവിടുന്നോ ഓടി വന്നതാണ് ആശിമിനോട് പറഞ്ഞത്. ഞാൻ പിന്നെ പഴകഞ്ഞി ഉണ്ടെന്ന് കേട്ടിട്ട് വന്നാ. അപ്പൊ ഇന്നലെ പെരുന്നാളായിട്ടൊന്നും ഞായറാഴ്ച എല്ലാരും ഉണ്ടായല്ലോ. മതി. ഇടുന്നില്ലേ ഇനി മാറി. ഞാൻ മാറാൻ നിനക്കറിയില്ല. ഐ വിൽ ഡു ഇറ്റ്. യു ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ്. അതിന്റെ ചെമ്മീനാണ് കാണുന്നത്. അങ്ങനല്ല, 9 യൂറോയുടെ ചെമ്മീനാണ്. വേണമെങ്കിൽ ഒന്ന് കണ്ടു. 9 യൂറോയുടെ ചെമ്മീനാണോ അങ്ങനെ ഇരിക്കുന്നത്? 9 യൂറോയുടെ ചെമ്മീൻ. ചെറുതായി. അയ്യോടാ, ഇതാണ് ചെമ്മീൻ. 9 യൂറോ എന്നാണ് പറയുന്നത്. 9 യൂറോ എന്ന് പറഞ്ഞാൽ നാട്ടിലെ 800 രൂപ മേളല്ലേ? 890 രൂപയുടെ ചെമ്മീനാണ്. അതിന്റെ അകത്ത് കാണാൻ പോലും ഇല്ലാണ്ട് കിടക്കുന്നത്. നാട്ടില് നമ്മള് 800 രൂപ ഉണ്ടെങ്കിൽ എന്തോരം ചെമ്മീൻ കഴിക്കാം. 1.5 കിലോ ചെമ്മീൻ കിട്ടിയേനെ. 1.5 കിലോ ചെമ്മീനെ കിട്ടുള്ളൂ 800 രൂപയ്ക്ക്. 1.5 കിലോ കിട്ടുള്ളൂ. ചെമ്മീൻ കുഞ്ഞിതല്ലേ, അത് പ്രോസസ് ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ചുണ്ടാവുള്ളായിരിക്കും ചിലപ്പോ. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കുന്ന പ്രോസസ് ഒന്നും ചെയ്യാതെ മറ്റേ ഇതൊക്കെ ഉള്ളതല്ലേ. അതാ പറഞ്ഞത്. അത് ചെയ്ത്
ഒക്കെ കളഞ്ഞു മാറ്റി എടുക്കുമ്പോഴേക്കും കുറച്ചുണ്ടാവുള്ളൂ. ഉണക്കച്ചമ്മീനൊക്കെ ആണെങ്കിൽ പിന്നെയും കിട്ടും കൂടുതൽ. ചീക്കോ പോയാ? ചീക്കോ പറയുന്നുണ്ടോ? പറയട്ടെ. ചീക്കോ കം ഹിയർ. എടാ മേക്കപ്പ് ഒക്കെ പോടാ. അവൻ നനഞ്ഞ കൈ കൊണ്ട് എന്നെ മുഖത്ത് പിടിക്കുന്നു. ചീക്കോ, how was the beef? That's really good. Really good? Yeah. Oh, you wanna eat more of that? Yeah, more. Just some more. Is there more? ഇങ്ങ് വാ. അതല്ലടാ. വേണ്ട അവിടെ പോയി അതെടുക്കാൻ നോക്കി. ഇങ്ങ് വാ. ചീക്കോ കോമിയ. Take it. Yeah, take Yeah, it. I can take. ഈശ്വരാ, അത് അങ്ങനെ എടുത്തോ. Eat in those. You can finish it. It's fine. അതും വാരി തിന്നാണ് ഗൈസ്. എന്നാ അതും കൂടി തിന്നു കഴിയുമ്പോൾ നമുക്ക് സത്യം പറയാം. ഇവിടെ വാ. അടിപൊളി പറ. അടിപൊളി. അടിപൊളി. Adipoli. അടിപൊളിയല്ല, അടിപൊളി. Adipoli. ആ അടിപൊളി. Adipoli. ആയിക്കോട്ടെ. സൂപ്പർ. അടിപൊളി. Adipoli. നല്ല ടേസ്റ്റ് ഉണ്ട്. Nalladation. നല്ല ടേസ്റ്റ് ഉണ്ട്. Nalladation. നല്ല ടേസ്റ്റ് ഉണ്ട്. You are so experienced. നല്ല ടേസ്റ്റ് ഉണ്ട്. Taste. Nalle. Taste. Nalle taste. ഉണ്ട്. Nalle taste in the. നീയാണോ അവന് പറഞ്ഞു കൊടുത്തത്. ആ slang കയറിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഗൈസ് മൊത്തം തിന്ന് തീർത്തിരിക്കുകയാണ്. ഇനി ടീക്കോനോട് സത്യം പറയാനുള്ള സമയമാണ്. നമുക്ക് ടീക്കോന്റെ എക്സ്പ്രഷൻ നോക്കാം. ടീക്കോ കം ഹിയർ. How was the beef? Good. Good. You want more? Mm-hmm. There is no more. ഇനി മിണ്ടാണ്ടിരിക്കേ. ഇനി അതും കൂടി അവൻ കാലിയാക്കും. Okay. That is not beef. That is fish. Nice. Tastes good. Tastes good. Tastes good? Yeah. This is the same thing that I made that day. Mm-hmm. You didn't eat it. But they can cook it better. They can cook it better. അപ്പൊ ഞാൻ ആരായി? ജയറാമിന്റെ പാട്ടിട്. ഓക്കെ. ഞാൻ ഇപ്പൊ ആരായി? ഞാനായി. ഇവിടെ അല്ലട പൊട്ട, ഇവിടെയാണ് ക്യാമറ. അല്ല, ഞാൻ ഇല്ല നോക്കിയതാ. കുക്ക് ഞാൻ തന്നെ, എല്ലാം ഞാൻ തന്നെ. ഇവൾ കുക്ക് ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്ന. നമുക്കൊരു ഹോട്ടൽ തുടങ്ങാം. ഇനി അതേ നടക്കുള്ളൂ നിൽക്കും തോന്നണേ. ഇതിനകത്ത് മറ്റേ ട്യൂൺ ഇട്ടുണ്ടോ? തിരിഞ്ഞു നോക്കണം. അതെ, മറ്റേ സിനിമക്കാരാ ജയറാം നിക്കണ പോലെ. അങ്ങനെ ഇവിടുത്തെ ഏറ്റവും വലിയ കമാൻഡിംഗ് ഓഫീസറാണ്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുക്കിംഗ് കൊള്ളിയല്ല, ഹാഷിം ഉണ്ടാകുന്നതിനാണ് ആ ടേസ്റ്റ് ഉള്ളതെന്നാണ് ചീക്കോ പറയുന്നത്. സോ ലവ് യു. അപ്പൊ ഇനി ചീക്കോ, ഇഫ് ഐ മേക്ക് ദാറ്റ് അഗൈൻ വിൽ യു ഈറ്റ്? Yeah. ഞാൻ പഠിച്ചു ഇനി ഉണ്ടാക്കി തയ്യാറാണ്. അങ്ങനെയല്ല, അതേപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാന്ന്. അല്ല, Yeah. പക്ഷെ എന്റെ പ്രശ്നം അറിയോ? എല്ലാരും ആശുപത്രി പോരുന്ന എന്റെ കൂടെ പോരുന്ന എന്റെ കൂടെ. എടാ, ഞാൻ ഉണ്ടാക്കിയത് ഇതുപോലെ തന്നെയാ. കാര്യം എന്നാന്നറിയാവോ? നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ മീനാന്ന് അറിഞ്ഞു കഴിക്കുന്നതും അറിയാണ്ട് അത് ബീഫാന്നും പറഞ്ഞു കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇഫ് ഐ സെഡ് ഇറ്റ് വാസ് ഫിഷ്, വുഡ് യു ട്രൈ ഇറ്റ് ഓർ നോ? Yes, I will try it. And genuine answer. And will you again eat it? Yeah. ഓട കള്ള. Enough. Cut the video. Back up. ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ അകത്ത് ഒരു കോർക്കും ഒരു കമ്പും കിടക്കും. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാ, ഇത് പൊട്ടിക്കാൻ അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഇത് പൊട്ടിച്ചു വന്നപ്പോഴേക്കും കോർക്കും ആ പൊട്ടിച്ചോണ്ടിരുന്ന കമ്പും അകത്ത് പോയി. ഇനിയിപ്പൊ ഞങ്ങക്ക് വൈൻ കുടിക്കുമ്പോൾ കമ്പിന്റെയും കോർക്കിന്റെയും ടേസ്റ്റ് കിട്ടും. So actually, Chico, that is the tradition where we open wine in Kerala, okay? But you don't drink a wine in Kerala, or? Yes, we do. We have Christians too. We make
homemade wine in Christmas. Yeah, for Christmas. അതും ഗ്രേപ്പ് ലൂബിക്ക The thing is like എല്ലാം കിട്ടുന്നെന്തോ we actually don't know. They actually didn't have a cork opener. I don't know wine opener here. So they just managed to do that to put it inside. നമുക്ക് ബീഫ് ടേസ്റ്റ് നോക്കാം ഗൈസ്. മറിയാം വിശക്കുന്നുണ്ടോ ഇപ്പോൾ ഒരു സ്വാഭാവികമായും ഇടയ്ക്ക് ഇവനാണ് ഇവിടുത്തെ അല്ല ശ്രീറാം ശ്രീറാം. കൂടുതലൊന്നും പറയണ്ടല്ലോ, മുഖം കാണുമ്പോ തന്നെ മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ശ്രീറാം Beans? ആ ബീൻസ്. ഏയ് അവൻ ബീൻസ് കണ്ടുപിടിച്ചു ഗൈസ് ഇവിടെ. നമുക്ക് അവനെ ബീൻസ് തീറ്റിക്കാം. ബീൻസാ മിക്കവൻ ബീൻസ് തിന്നട്ടെ. ട്രൈ ദിസ് ബീൻസ്. No, I just... കഴിച്ചോക്ക്. കിട്ടി പഠിച്ചത് Yeah? Yeah, just with this എന്നിട്ട് എന്റെ കൈ കൊടുക്കല്ലേ എടാ തുമ്പിലില്ലല്ലോ, കുറച്ചങ്ങ് പോയി കഴിയുമ്പോ അറിയാം. വെറുതെ പാലും കുപ്പി അതിനെരിവില്ല. This is not spicy. Not that much. Really? നിങ്ങളാ മാറ്റിയെടുത്തിരിക്കുന്നു guys. ഞാൻ കണ്ട യൂറോപ്യൻസ് ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ശശിയായിരിക്കുന്നു. ഒരു കടി ഞാൻ കടിച്ചോളൂ. ഇനി എനിക്ക് സ്പൈസ് ടോളറൻസ് കുറവാണോ, ഇവന് സ്പൈസ് ടോളറൻസ് കൂടിയതാണോ? എനിക്ക് തോന്നുന്നു കൊള്ളോ കൊള്ളോ. Why did you do that? When the first bite was okay, but now... Now it's kicking in. Yeah. കൊടുക്ക് യോഗട്ട് കൊടുക്ക്. Jesus Christ. ഞാനോർത്തെ എരിവില്ലാത്ത എന്നാ, എനിക്ക് മാത്രമേ എരിവുള്ളൂ. Tika, you good? മുഖം കാണട്ടെ, ഇവിടെ വാടാ. ഇങ്ങനെ തിരിഞ്ഞിക്കടാ, അങ്ങോട്ട് നോക്കടാ, ജനലിലേക്ക് നോക്കടാ. ഇവൻ എന്ത് പൊക്കാ മണ്ടാനം പിടിക്കണം. കരയുന്നു. വല്ല കാര്യമുള്ള കാര്യാണോ? Because this is a good idea. Drink some cold Drink some. milk. Drink some. In Kerala we do that. Drink it slowly. Do one more. No. You're trying one more thing? No. അല്ല, ഒരു ബീൻസും കൂടി കഴിക്കാം. Drink it slowly. Keep it in mouth. Sometimes ഇവിടെ ആര് കാണില്ലെന്ന് കരുതി ഇവിടെ ഇരുന്ന ഒരാൾ തിന്നുന്നുണ്ടേ. Okay? You good? Yeah, milk is better. Keep it in sometime in mouth. കണ്ടു, ഞാൻ പറഞ്ഞില്ല ഇവന്മാര് തമ്മിൽ എന്തുകൊണ്ട്. നീ മലപ്പുറത്തിന്റെ അവിടെ നിന്ന് വല്ലതും ആണോടാ? കോഴിക്കോട്. അങ്ങനെ അറിഞ്ഞേ. ഇതാണ് പറയണത്, അറിയാത്തവൻ ചൊറിയും പറയുന്നത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നിങ്ങൾ തിന്നോണ്ടിരിക്കാം. എരിവില്ലേ? ഞാൻ പിന്നെ ഓർത്തിന് എരിവില്ലാത്തായിരിക്കും എന്ന് കരുതി ഞാൻ ഒരു കടു കൊടുത്തിട്ട് എനിക്ക് ഓർക്കാൻ പറ്റില്ല. എന്നിട്ട് ഇവനകത്ത് ഇന്ന് തീർന്നു കഴിഞ്ഞിട്ട് പകുതി മുക്കാലോട് കരഞ്ഞ് എല്ലാം കഴിഞ്ഞറിഞ്ഞോ ഇത്രയും മുളക് തിന്നു. അതും ആ മുളകിന്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇത്രയും നീളമുള്ള ഒരു മുളകിന്റെ ഇത്രയും തിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണ്ടേ? കരയണം, നന്നായിട്ട് കരഞ്ഞു. കൊച്ചു
ഇവിടെ ഭയങ്കര ദുഷ്ടാട്ടോ. She's so cruel. She's very very Cruel. Cruel. സാന്ദ്ര പാവമ്മ. അവനറിയാം ഇപ്പൊ ഞാൻ ഇടിക്കുമെന്ന് വിളിച്ചു. ഞാൻ ഇങ്ങനെ പറയണം മോനെ വന്നടാ മുറിയിലേക്ക് വന്നടാ ഒന്നും ചോദിക്കട്ടെ കൂമ്പിലിട്ട് ഇടിക്കും ഞാൻ. എനിക്ക് എന്താന്നറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ വായിക്ക് റെസ്റ്റ് കൊടുക്കൊന്നുമില്ല. ഇത് കഴിഞ്ഞില്ലടാ. How's the Josh? Drink some ice water. How's the Josh? ആദ്യം ന്യൂട്രലൈസ് help me. എന്നാലും ഇവന് ഏതെടുത്തുനിന്ന് അത് തിന്നാൻ തോന്നിയെന്ന് ഞാൻ ആലോചിക്കുന്നു. The first seconds were okay, but later, yeah. തിന്നട്ടെ എന്തെങ്കിലുമൊക്കെ തിന്നട്ടെ. ആദ്യം കുഴപ്പമില്ലാതില്ല, പിന്നെ അത് പറ്റാതെ പരിപാടി. അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുള്ളൂ എന്ന് പറഞ്ഞപ്പോ കടിച്ചു തുടങ്ങിയപ്പോ ആൾക്ക് മനസ്സിലായില്ല ഇത്ര എരിവുണ്ടെന്ന്. കടിച്ചവിടെ പകുതി ആൾക്ക് കഴിഞ്ഞപ്പോൾ എരിവുണ്ടെന്ന് മനസ്സിലായില്ല. ഇത് മൂടി വെച്ചാൽ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ആളുടെ വായൊക്കെ ഉയരത്തിലെടുക്കാൻ തുടങ്ങിയത്. Thought about going to the washroom tomorrow morning. yeah, With the chili in it. You try to do the thing. You're gonna feel the in your. നാളെ ഞാൻ It will burn. നല്ല രസാച്ചിക്കോ. നല്ല രസമുണ്ട്. അതായത് വായിന്റെ അകത്തുനിന്ന് എടുക്കട്ടെടാ. Na de lessen moet. ആ നല്ല രസമില്ലേ? അനുഭവിച്ചോ? അനുഭവിച്ചു. നാളെ ഇത് തന്നെ പറയണ്ട കേട്ടാ. ഹലോ ഗായ്സ്, ഇവിടെ അടുത്തതായി നടക്കാൻ പോകുന്നത് പഞ്ചുപിടി മത്സരമാണ്. ഇതിനെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നതിന് മുമ്പ് ഇതിന്റെ റിസൾട്ട് എന്താവും എനിക്ക് അറിയാം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ പാവപ്പെട്ട ചെറുക്കനെ ഇവരെല്ലാരും കൂടെ ഇട്ട് നോക്ക്, ഇവനെ നോക്ക്, ഈ തണ്ടും തടിയുള്ള ഇവനെ നോക്ക്. ഒരു പൊക്കം മാത്രമേ ഉള്ളൂ, തലക്കാത്ത ബുദ്ധിയും കൂടെ ഇല്ല ഈ ചെറുക്കന്. നോക്കാം നമുക്ക്. റെഡി 1 2 3 ഗോ. അവൻ കസേരയോട് കൂടി നീങ്ങുന്നുണ്ട്. അവന്റെ കൈ ആശുപത്രി, ആംബുലൻസ് വിളി, ആംബുലൻസ് വിളി. ഒരാളെ കൈ ഒടിഞ്ഞു. Dude, I never dare to do that with him, to be honest, because I know. Oh, okay. I don't know which confidence made you do that. It's just first experience. Yeah. ഇത് ചെയ്യില്ല. അതെ, ആ കോൺഫിഡൻസ് ആണ് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വേണ്ടത്. Now you can do it. വേണ്ട വേണ്ട, I don't want to do it. No, Do it. I don't want to do it. Maybe we do it. പിടിക്കടാ, മാറ്. That we moved. 2 3 go. എടാ, മാറിക്കോട്ടെ. പറ്റില്ല. ഇതിനൊക്കെ അടിച്ച് പൊക്കമുണ്ട്. Kids. ആ, ശരി ഗായ്സ്, ഞാൻ പോയിട്ട് വരാം. 1 2 3 go. അയ്യോ, ഇല്ലെന്ന്. Yeah, I'm okay. Touch guys, touch. Yeah, ചീക്കോ, എടാ ഇവൻ ചീക്കോയ്ക്ക് എന്നെക്കാളും 2 ഇരട്ടി പൊക്കോണ്ട് ആരോഗ്യമുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. ഞാൻ എന്തെങ്കിലും പറയണ്ടടാ. ഒരു ഫാക്ടറാണോ? എടാ, ഇവന് ആരോഗ്യമുണ്ട്, ഇവന് ആരോഗ്യമുണ്ട്. എനിക്ക് പൊക്കമില്ല, ആരോഗ്യമില്ല. ദേ ഈ പന്നപ്പട്ടിയുടെ കൈ നോക്ക്. ഇവൻ ജയിച്ചു ഗൈസ്, ഇവൻ ജയിച്ചു ഗൈസ്. ഇപ്പൊ തോറ്റത് ഞാൻ മാത്രം. അല്ലേലും അങ്ങനെയാണല്ലോ, എനിക്ക് പണ്ടേ എനിക്കാണല്ലോ. എനിക്കല്ലെങ്കിൽ തോറ്റതിൽ വിഷമമൊന്നുമില്ല. എന്നാലും ചെറിയൊരു സങ്കടം, അത്രേ ഉള്ളൂ. വൈനും ബിയറൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അവൻ ബിയർ കുടിക്കുന്നു, പിന്നെ വൈൻ കുടിക്കുന്നു. Cheers. Prost. What do you say? Prost. Prost. Prost.
പിന്നെ നമുക്ക് സൊജു ഉണ്ട്. സൊജു എന്ന് പറയണത് കൊറിയൻ ഒരു ആൽക്കഹോളിക് ഡ്രിങ്ക് ആണ്. വലിയ ആൽക്കഹോൾ ഒന്നുമില്ല, 20% ഉള്ളൂ. അത് പക്ഷെ പല ഫ്ലേവേഴ്സിൽ കിട്ടും. ആ ഫ്ലേവേഴ്സ് നല്ല രീതിയിലുണ്ടാവും ഇതിൻ്റെ അകത്ത്. ഞങ്ങള് സ്ട്രോബെറി കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചേക്കുന്നത് സ്ട്രോബെറി ആൻഡ് ഐ തിങ്ക് ഗ്രീൻ ആപ്പിൾ. സ്ട്രോബെറിയും ഗ്രീൻ ആപ്പിളും ആണ് ഞങ്ങൾ കുടിച്ചേക്കുന്നത് തോന്നുന്നു. ഇത് പീച്ചാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. യു ഹാവ് എ ഷോർട്ട് ഗ്ലാസ് വിത്ത് യു? എടാ നിങ്ങളുടെ ഷോർട്ട് ഗ്ലാസ് ഉണ്ടോടാ? ഓക്കെ. അടിപൊളി ഷോർട്ട് ഗ്ലാസ്. നല്ല നല്ല പ്രിന്റ് ഉള്ള ഒരു ഷോർട്ട് ഗ്ലാസ് വരുന്നുണ്ട്. ഇതുവരെ ആംസ്റ്റർഡാമിൽ പോയപ്പോ മേടിച്ചതാണ്. ഇത് ആംസ്റ്റർഡാമിൽ പോയപ്പോ മേടിച്ചതാണ്. എന്തിന്റെ ഷോർട്ട് ഗ്ലാസ് ആണ് നോക്കുന്നത്? ഇതേ ബോട്ട് ഇറ്റ് ഫ്രം ആംസ്റ്റർഡാം. സോറി, ഇതിന്റെ അകത്ത് വെണ്ടക്ക പൊടി ആംസ്റ്റർഡാം വെച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടില്ല. ഓക്കെ, ടീ കൊഴിച്ചേരി. ഇത് വലിയ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഡ്രിങ്ക് ഒന്നും അല്ല. ഇത് ശരിക്കും ഒരു നമ്മൾ ഓഫീസിലൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ നല്ല ബബിൾ കമ്മിന്റെ ആണെന്ന് തോന്നുന്നു. ബബിൾ കമ്മിന്റെ ആണോ അറിയില്ല. നല്ല ഒരു ഫ്രൂട്ടി ഫ്ലേവർ ഉള്ള സ്മെല്ല് വരുന്നുണ്ട്. ഡ്രിങ്ക് പ്രോസ്റ്റ്. ജ്യൂസ് കുടിക്കുന്ന പോലെയുള്ള ഒരുപാട് ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു മട്ടിപ്പില്ല. മട്ടിപ്പെന്നല്ലേ ഇനി പറയാ, ആ ഒരു മടുപ്പില്ല. ഒരു ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ ആ സാധനം ഇല്ല. ടച്ചിങ്സ് ഇവിടെ അടുപ്പത്തിരിക്കുന്നതേ ഉള്ളൂ ഗൈസ്. ടച്ചിങ്സ് നമ്മൾ അടുപ്പത്തുനിന്ന് ടച്ചിങ്സ് എടുക്കുക, കഴിക്കുക. What's that? Beef? Yeah. Can I have some? Lekker? You say lekker or no? Lekker. ഞാനാണ് ഇന്ന് ഇവിടുത്തെ കുക്കിംഗ് മൊത്തം. പണിയെടുത്ത ഞാനാ. എന്ത് പറയാനാ, ഞാൻ വന്നാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ വായിക്ക് രുചിയുള്ളത് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വന്ന് വേണം ഇവിടെ കുക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ആർക്കും അങ്ങനെ കുക്കിങ്ങിൽ ഞാനാണ് ഇവിടെ പ്രോ. അതുകൊണ്ട് ഞാനാണ് ഇവിടെ കുക്ക് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. ആശുമേശ്വരി ഇച്ചിരി ഉപ്പിട്ടെ, ഇതിന് കുറച്ച് മണം കേട്ടറിയാൻ കുറച്ച് ഉപ്പ് കുറവുണ്ട്. മണം കേട്ടിട്ടോ? ആ മണം മണത്താൽ അറിയാം ഇതിന് കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഉപ്പിങ്ങിതാ, ഉപ്പിടാൻ സമയമായി. കണ്ടോ, ഞാൻ ഇല്ലായിരുന്നെങ്കിലോ ഉപ്പ് കുറഞ്ഞു പോയേനെ. ഞാനത് എനിക്കറിയാം. ഞാൻ അവിടെ ഇരുന്ന എന്നെ ഫോക്കസ് ചെയ്യണം, മനസ്സിലായില്ലേ? ഞാൻ അവിടെ ഇരുന്ന സമയത്ത് എനിക്ക് മണം അടിച്ചപ്പോ ഉപ്പ് കുറവാണ്. അതൊക്കെ അവിടെ ഇരുന്നപ്പോഴേ തോന്നി. ഞാൻ ഇവിടെ വന്ന് വെറുതെ മണത്തോക്കിയാള് ഉപ്പ് കുറവാ ഇപ്പിടേണ്ടി വന്ന്. ഞാൻ പറഞ്ഞല്ലേ, ധ്യാനദൃഷ്ടിയിൽ ഞാൻ കാണുന്നത്. ഇതെന്താണാവോ? ഇത് മാത്രല്ല, ഞാൻ അവിടെ ഇരുന്ന് വാചകം അടിച്ചോണ്ട് ഇവിടെ നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ് എല്ലാം. ഇതാണ് നമ്മുടെ പ്രോൺസ് ബിരിയാണി. ഇതിനകത്ത് പ്രോൺസ് കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കാരണം ഒരുപാട് ഫ്ലേവർ ഉള്ള കുഞ്ഞു പ്രോൺസ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് പ്രോൺസ് ഇട്ടിട്ടുള്ളൂ. ഇത് നമ്മുടെ നെയ്ച്ചോറ്. ഇത് തട്ടിപ്പൊത്തി വെച്ചോടാ. എന്നെ ഫോക്കസ് ചെയ്യടാ. അസിസ്റ്റന്റ്മാരോട് പറഞ്ഞു കഴിഞ്ഞാ അവർക്കൊന്നും ഒരു ഉത്തരവാദിത്തം ഇല്ലെന്നേ. ഇവനായിരുന്നു എന്റെ ഇവിടുത്തെ. അയ്യോ സോറി, എവിടെ ഇവിടെ എന്താ എന്റെ തവി? എന്തെങ്കിലും ആട്ടെ. ഇത് തട്ടിപ്പൊത്തി വെച്ചായിരുന്നോടാ ഞാൻ പറഞ്ഞട്ടെ. കുറച്ച് വെന്ത് പോയി. ഞാൻ അവിടെ വാചകം അടിച്ചിരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് നോക്കിയിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ടിരുന്നേനെ. പക്ഷെ ഇത് മതിയടാ. തീ കുറച്ചോടാ. ഓക്കെ, ഇത് തീ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത് അടിക്ക് കുറച്ച് ചൂടുള്ളതാണ്. അത് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്. നാശം ഇത് മാറ്റ്. ഓക്കെ, ഇനി ബീഫിന്റെ കാര്യം പറയണ്ടല്ലോ. ഞാൻ തുടക്കം തൊട്ട് ഇത് കഴുകുന്നത് തൊട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഈ ബീഫ് ഉണ്ടാക്കിയത് ഞാനാണ്. എവിടെ? കം സൂം ഇൻ.
ഉണ്ടാക്കിയ ബീഫ് ആയതുകൊണ്ട് പറയല്ലോ. ബീഫ് ഇപ്പൊ താഴെ വീടനെ മാറിക്ക അങ്ങോട്ട്. മതി. അപ്പൊ ബീഫ് ഞാൻ ഉണ്ടാക്കി വന്നപ്പോഴേക്ക് എന്നെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ചിട്ട് ചെറുതായിട്ടൊന്നും അവിടെ സംസാരിക്കാൻ പോയപ്പോഴേക്കും അടിക്ക് കരിഞ്ഞു പിടിച്ചു. പിന്നെ ഇവളിവിടെ ഉണ്ടായിരുന്നോണ്ട് റെസ്ക്യൂ ചെയ്ത്. പക്ഷെ ഞാൻ വന്നിട്ട് ഞാൻ പിന്നെ അത് കുറച്ച് സാധനമൊക്കെ ഇട്ട് നമ്മൾ പൊടിക്കൊക്കെ ചേർന്ന് അങ്ങോട്ട് സെറ്റ് ആക്കി. ഏത് ഓക്കെ. അപ്പൊ ബീഫ് നമ്മൾ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം പറഞ്ഞിട്ട് ഞാൻ പോകും. തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ സാധനം ചെയ്യില്ല. രണ്ടും ഇങ്ങനെ വാചകടി മാത്രം വാചകടി. നീ വന്നേ ബദാം. അവനാ അണ്ടിപ്പരിപ്പും ബദാം അവിടെ ഇരിക്കുന്നത്. റോയൽ മഞ്ഞ കണ്ട ബദാമിന്റെ കവർ വരെ ഞാൻ പറഞ്ഞു കൊടുക്കണം. കാരണം എന്നാ ഞാൻ എവിടെ ഇരുന്ന് ഞൊളിത്തിയിട്ട് തിന്നണം മൊത്തം. അപ്പൊ അതുകൊണ്ട് നമ്മൾ 500 ഗ്രാം ബദാം ഇവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുത്തിയിട്ടുണ്ട് നമുക്ക് തിന്നാൻ വേണ്ടിട്ടാ. പിടിക്കും. ഇതെങ്ങനെ വറുത്തിടണോ? എങ്ങനെ വറുക്കും? മെയിൻ ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം നമ്മൾ ടേസ്റ്റ് നോക്കണം. പൊക്കിപ്പിടിയാടാ, എനിക്ക് കുഞ്ഞു പൊക്കാണെന്ന് കരുതിയിട്ട് നീ. ഓക്കെ, ഇത് ഫസ്റ്റ് നമ്മൾ കടിച്ചതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. ക്വാളിറ്റി കൊള്ളാം. എന്നിട്ട് നമ്മൾ പാത്രത്തിൽ പൊതിഞ്ഞെടുത്ത് വീട്ടിൽ കൊണ്ടുപോകണം. കുറച്ച് ഇവരുടെ സ്റ്റൗ ആയതുകൊണ്ട് പറയല്ല, ഒരു 1/4 മണിക്കൂർ എടുത്താലാണ് ഒന്ന് ചൂടായി വരിക. അങ്ങനെ ചൂടായി വന്നു കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും ഇടക്കങ്ങ് നിന്ന് പോകും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കുക്ക് ചെയ്യാത്തത്. പക്ഷെ ഇത്രയും നേരം ഞാൻ കഷ്ടപ്പെട്ടാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യണം. ആദ്യമല്ല നമ്മൾ ക്വാളിറ്റി കൺട്രോളിന് വർക്ക് ചെയ്യണതാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാം നല്ലല്ലേ. ഇത് കൊള്ളാം. ഇത്രയും ജാറൂടെ കറന്നിട്ടാണ് ഇവിടെ. നീ എവിടെ ഇരുന്നോ? നമ്മൾ ബീഫിന്റെ ക്വാളിറ്റി നോക്കട്ടെ. ബീഫിന്റെ ക്വാളിറ്റി കൊള്ളാം. ഇനി ഇതിൻ്റെ അത് ചെമ്മീനൊന്നും ഇല്ല ഗൈസ്. ചെമ്മീന് വരെ ഇച്ചിരി ചോറൊക്കെ തിന്നാം. ഇനി ബിരിയാണി അതൊക്കെ കൈയിട്ടാ തിന്നുന്നത്. ഇനി ബിരിയാണിയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. എടാ എന്നതാടാ നക്കി തിന്നുന്നവന്റെ നിരന്ന് തിന്നുന്നോടാ. എന്ത് കൊടുത്താലും തിന്നു. നമ്മൾ ഒന്നും കൂടി ക്വാളിറ്റി ചെക്ക് ചെയ്യണം. റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാന്നൊന്നും ഞാനിപ്പോഴാ കേട്ടാ. ഓക്കെ, ഇത് ഇനി വീണ്ടും വരും. കൈ കൊണ്ട് പോടാങ്ങോട്ടെ മാറിക്ക്. ഇന്ന് അതാണ് നമ്മുടെ ബീഫ് ബിരിയാണി. എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർ കഴിച്ചാൽ മാത്രം മതി. അതെന്താ ഇപ്പൊ സംഭവിച്ചേ? മൂവ് ലിറ്റിൽ. എടാ ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ടാ. ഇതിന്റെ അകത്ത് വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു. ഈ നെയ്യിലെ വെള്ളം ഉണ്ടല്ല, ഈ ബട്ടർ ഉരുക്കുന്നതിന്റെ അകത്ത് വെള്ളം ഉണ്ടായിരുന്നു പാത്രത്തിൽ. ഇപ്പൊ കഴുകി വെച്ചതാ പാത്രം. അതുകൊണ്ട് ഭാരതമെന്നാൽ പാരിൻ നടുവിൽ നമ്മള് വറുത്തിടുക. അണ്ടിപ്പരിപ്പ് വറുക്കുക. അണ്ടിപ്പരിപ്പല്ല എടാ, ഇത് ഇങ്ങനെ വറുക്കാണോ മുറിച്ചിട്ടാണോ വറുക്കുക? എനിക്കറിയാമല്ലോ. അവന് ഇതിന്റെ അകത്ത് ഇടണമെന്നൊക്കെ പറയണ്ടേ. അവന് വട്ടാണെങ്കിൽ എനിക്ക് അതിനേക്കാളും വലിയ ഭ്രാന്താടാ. അത് കുഴപ്പമില്ല, നമുക്ക് കഴുകി തീക്കൊക്കെ കൊടുക്കാം. കണ്ടോ അവിടെ എന്തുണ്ട്? കുറച്ച് അണ്ടിപ്പരിപ്പ് ദൂരെ നിന്ന് വറക്കുക. കാരണം നമ്മൾ ഒരുപാട് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാനും നമ്മൾ ചാകാനും വരെ ചാൻസ് ഉണ്ട്. ഷെഫിന് കുറച്ച് ഗ്യാപ്പ് വേണം. ഐ നീഡ് സ്പേസ്. ഒന്ന് പോയി തരുമോ? ഞങ്ങൾ ശരിക്കും ബദാമേ വറുത്തിട്ട് ഇതിലിടാനായിരുന്നു ഞാൻ ആഷിമിനോട് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർത്താനം പറഞ്ഞതിന്റെ ഒരു കോൺസെൻട്രേഷൻ പോയത് കാരണം ഞാൻ ആ നേരം വറുത്ത് ബീഫിലേക്ക് ഇട്ട്. അപ്പൊ ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ബദാമൊക്കെ കൂടി കണ്ടുപിടിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് ഇടേണ്ടത്. ഇത് രണ്ടും നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബദാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് കണ്ടത്. കുഴപ്പമില്ല, രണ്ട് നോൺ വെജ് ആയതുകൊണ്ട് കുഴപ്പമില്ല, സീനില്ല. ഹലോ, പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ?
ഞങ്ങൾക്ക് ഇന്നാണ് പെരുന്നാള്. ഞങ്ങൾക്ക് എല്ലാരും കൂടി കൂടണം എന്നാണ് പെരുന്നാള്. എന്താ? ആ അതന്നെ. ശരിടാ, എനിക്ക് വയ്യ. ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാളൊക്കെ? ഞങ്ങൾക്ക് ഇന്നാണ് പെരുന്നാൾ. എല്ലാരും കൂടി ഇങ്ങനെ കൂടുന്ന സമയത്താണ് ഞങ്ങൾക്ക് പെരുന്നാള്. ചീക്കോനെ കണ്ടോ? ഹായ്. ഒന്നും പറയണ്ട, എല്ലാത്തിനും ഏൽപ്പിച്ചിട്ട് ഞാൻ പോയതാ. എന്ത് ചെയ്യാനാ? മാറിക്കാൻ ഒരു രക്ഷയില്ല. പിന്നെ എല്ലായിടത്തും എന്റെ ഒരു കൈ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് എനിക്ക് വർത്താനമൊക്കെ പറയാം. ബീഫില് ബദാം കൊണ്ടിട്ടു. ബീഫിൽ ബദാം ഇട്ടെന്നാ? ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്ന ഒരു കോൺസെൻട്രേഷനിൽ ആ ബദാം അങ്ങനെ വറുത്തറിയാണ്ട് ബീഫ് കറിയിലേക്ക് കൊണ്ടിട്ടു. അത് ശരിക്കും റൈസിലേക്ക് പോകണ്ട ബീഫ്. പക്ഷേ റൈസിലേക്ക് പോകണ്ട ബീഫായിരുന്നു. അല്ല, എടാ ആ ബദാം എടുത്ത് ഞാൻ ബിരിയാണിയിൽ ഇട്ടു. ശരിക്കും ആ ബിരിയാണിയിലല്ലായിരുന്നു ബദാം ഇടേണ്ടത്. അത് ശരിക്കും നെയ്ച്ചോറിലിടാനുള്ളത്. നെയ്ച്ചോറ് പ്ലെയിൻ ആയിപ്പോയി. എടാ ഞാനത് ബിരിയാണിക്കകത്തോണ്ടിട്ടാ. വന്നപ്പോ 2 കലം ചോറ് തിന്ന ഞങ്ങൾക്കാണ് ഇപ്പൊ വിശക്കുന്നത്. ആദ്യം ചിക്കോ, ഐ യു ഹംഗ്രി? ആ, ഞാനും ഹംഗ്രിയാണ്. ജോസിന് ഒരു നേരത്തെ ആഹാരം തരണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും ഞാൻ ഇത്രയും ഞങ്ങക്ക് ഈ ബീഫിന്റെ അകത്തെ ഈ ബീഫിന്റെ അകത്തെ എല്ലുണ്ട്. ചില കഷ്ണങ്ങൾ എല്ലാണ് കേട്ടാ. അങ്ങനെ അറിയാമോന്ന് എനിക്കറിയില്ല. ചില കഷ്ണങ്ങൾ എല്ലാണ്. നമ്മള് നെയ്യുള്ള ബീഫ് കിട്ടാൻ വേണ്ടിട്ട് എല്ല് ചേർന്നിട്ടുള്ള എല്ല് കൂടി ചേർന്നിട്ടുള്ള ബീഫ് മേടിച്ചേക്കുന്ന. അപ്പൊ ഈ അവന് ചോറ് വിളമ്പുന്ന സമയത്ത് നമുക്ക് എല്ല് മാത്രം ഇട്ട് നോക്കാം. അപ്പൊ അവൻ എന്ത് ചെയ്യുമെന്ന് നോക്കാം. മിക്കവാറും അവൻ വാരി എടുക്കത്തുള്ളൂ. വേറെ എന്തായാലും നമുക്ക് നോക്കാം. ഫുഡ് കഴിക്കാൻ വിളിക്കാം. അനു ബാടാ, എന്ത് പറ്റി രമണ? വീട്ടിൽ പോകാം. ഇപ്പൊ വന്ന് കഴിക്കൂ. ഇന്നെന്തായാലും വീട്ടിൽ പോകാൻ പറ്റില്ല, നല്ല മഴയല്ലേ. നാളെ പോവാം നമുക്ക്. ഇപ്പൊ വീട്ടിൽ പോണെന്ന്. അല്ല പിന്നെ എന്തിനാ ഈ ജർമ്മനിയിലേക്ക് എഴുന്നള്ളിയേ? കഞ്ഞി മത്തി വറുത്ത നാരങ്ങാച്ചാർ അത്രയല്ലേ ഉള്ളു. അത് നമുക്ക് സെറ്റ് ചെയ്യാം. ബാ മത്തി നമുക്ക് മേടിച്ച് വറക്കാടി. ബാട കഴിക്കാം. ബാ അൽ ഷെഫ് ടീക്കോ ഉണ്ടാക്കുന്ന സാലഡാണ്. എടാ വെള്ളം ഒഴിക്കടാ കുറച്ചും കൂടെ. ഇളക്ക് ഇടക്കെടുക്കത്. തക്കാളി വേണം. ഗായ്സ് ഫുഡ് റെഡി ആയിരിക്കണം ഗൈസ്. എല്ലാരും തുടങ്ങി. ഞാനിപ്പോ തിന്നുന്ന ഞാൻ ഉണ്ടാക്കാണ്ട് പറയല. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേടാ? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ തിരിച്ചു പിടിച്ച് പറ. നീ തിന്നോ? നല്ല ടേസ്റ്റ് ഉണ്ട്. നീ തിന്നോ? അതിന് തിന്നാദ്യം. ഫസ്റ്റ് ഈറ്റ്. ഇറ്റ്സ് ഹോട്ട്. ചൂടുള്ളതിന്റെ അത് കൈയിട്ട് ഇളകി കഴിഞ്ഞിട്ട് ചൂടുണ്ടെന്ന് പറഞ്ഞിട്ട് ആരുണ്ടോ? ഇതുവരെ ആൾക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ല. ആദ്യം കഴിക്കട്ടെ. എല്ല് മൊത്തം ഞാൻ വന്നിട്ട് കൊടുക്കുന്നുണ്ട്. കൊള്ളാവോ? Everything all right? അത് നെയ്യാ. ഞങ്ങൾ അവന് എല്ല് മാറ്റി കൊടുത്തു ഗൈസ്. അവനെല്ലാന്നും പറഞ്ഞൊന്നും തിന്നാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ല് മാറ്റി കൊടുത്തു. ബാക്കി എല്ലാവരും കഴിക്കുന്നുണ്ട്. ചീക്ക കൈവച്ച് കഴിക്കുന്നു. ചീക്കന് കൈവച്ച് കഴിക്കാൻ അറിയില്ല. കുറച്ച് നേരം തുഴയും. അത് കഴിഞ്ഞിട്ട് വായിലേക്ക് ഇട്ട് തട്ടും. അതാണ് ചീക്കോന്റെ.
You learn how to eat with your hands. ഞങ്ങൾ എല്ലാരും കൈവച്ച് കഴിക്കുന്ന കാണുമ്പം ചീക്കോയ്ക്ക് ഭയങ്കര ആശ്ചര്യമായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ തന്നെ കൊള്ളാം, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ഫുഡ്. തിന്നിട്ട് വരാം ഗൈസ്, ബൈ.